കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടാവും എന്ന് പറയില്ലേ, അതെങ്ങനെയാണ് സംഭവിക്കുക? ഈ കൂർക്കം വലി എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്വാസതടസ്സം ഉണ്ടാകുന്ന ശേഷം പിന്നെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരും. അപ്പോൾ ബ്രെയിനിലേക്ക് എത്തുന്ന ഓക്സിജൻ കുറയുമ്പോൾ നമ്മളുടെ ഹാർട്ട് കൂടുതലായിട്ട് പമ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയിലേക്ക് പോകും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ രാത്രിയും ഇങ്ങനെ കണ്ടിന്യൂസ് ഹാർട്ട് ബീറ്റ് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ മസിൽസ് വലുതാവും. അതിനകത്ത് വരുന്ന ബ്ലഡ് സപ്ലൈ കുറയും. അപ്പോൾ അത് കുറയുമ്പോഴാണ് ഇത് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്. ഇത് യൂഷ്വലി വണ്ണം കൂടുതൽ, ഒബിസിറ്റി കൂടുതൽ ഉള്ള ആൾക്കാരിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ഓൾറെഡി ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, ഹാർട്ട് അറ്റാക്ക് ഹിസ്റ്ററി ഉള്ളവർക്ക് ചാൻസസ് കൂടുതലാണ്. ഈ കുട്ടികൾക്ക് അഡിനോയിഡ് പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അഡിനോയിഡ് എന്ന് പറയുന്നത് കുട്ടികളിൽ മൂക്കിലുള്ള ഒരു ദശയാണ്. അത് മൂക്കിൻ്റെ ബാക്കിലുള്ള വരുന്ന ദശയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മൂക്കടപ്പുണ്ടാവാം, ജലദോഷം, വിട്ടുമാറാത്ത ജലദോഷം, പിന്നെ കൂർക്കം വലി, വായ് തുറന്ന് കിടന്ന് ഉറങ്ങുന്ന പ്രശ്നം ഉണ്ടാവാം. പിന്നെ ചിലപ്പോൾ പല്ല് പൊന്തി വരാനുള്ള സാധ്യത, കണ്ടിന്യൂസ് ആയിട്ട് വായ് തുറന്ന് ഉറങ്ങുമ്പോൾ പല്ല് പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഉറക്കക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കൂളിൽ അവരുടെ പെർഫോമൻസും കുറയാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ചെവിയിൽ ഇൻഫെക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന, ചെവി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ചിലപ്പോഴേ നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ എപ്പോഴും കഫം കെട്ടി നിൽക്കണ പോലെ തോന്നും. നമ്മൾ ഇങ്ങനെ ചുമക്കുമ്പോഴൊക്കെ കഫം ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഇത് ചിലപ്പം ആസിഡ് റിഫ്ലക്സ് എന്ന് പറയും, ലാരിംഗോഫാരിഞ്ചിയൽ റിഫ്ലക്സ് എന്ന് പറയും. നമ്മൾ വയറിലുള്ള ആസിഡ് മേലെ കയറി വന്ന് തൊണ്ടയിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സ്വെല്ലിംഗ് മാതിരി ഉണ്ടാവും തൊണ്ടയ്ക്കകത്ത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കകത്ത് എന്തോ തടഞ്ഞു നിൽക്കുന്ന മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. നമ്മളിത് ട്രൈ ചെയ്യും, അങ്ങനെ ക്ലിയർ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും. പക്ഷേ അത് ക്ലിയർ ആവില്ല, ബിക്കോസ് അത് ചെറിയൊരു വീക്കം കൊണ്ട് വരുന്നതാണ്, ഒരു നീര് വരുന്നതാണ്. അപ്പോൾ അതിന് മെയിൻലി മെഡിസിൻസ്, ഈ ആസിഡ് കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. ഡയറ്റ് മോഡിഫിക്കേഷൻ, കൂടുതൽ എരിവ് പുളിയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഗ്യാസ്ട്രിക് പ്രശ്നമാണ് അത്. അതുപോലെ തന്നെ നമ്മൾ പറയില്ല, ഈ തൊണ്ടയിൽ കിച്ച് കിച്ച് വരുന്നത്, അതും അതായത് കണ്ടിന്യൂസ് അതുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഇത് മോസ്റ്റ് അലർജി ആസ് വെൽ എസ് ഈ റിഫ്ലക്സ് പ്രോബ്ലം ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ ഒരു ENT ഡോക്ടറിനെ കാണിച്ച് എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ മൂക്കിലുണ്ടാകുന്ന, ഇപ്പോൾ കോൾഡൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന കഫവും അല്ലെങ്കിൽ ഈ തൊണ്ടയിൽ ഫീൽ ചെയ്യുന്ന കഫവും ഇത് രണ്ട് സെയിം ആണോ? ഇല്ല, സാധാരണയായിട്ട് മൂക്കിൽ വരുന്ന കഫം എന്ന് പറയുന്നത് മ്യൂക്കസ് എന്ന് പറയും. നമ്മൾ സൈനസിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് പോലത്തെ, ഒരു ലിക്വിഡ് പോലത്തെ ഉള്ള ഇതാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. അത് ജനറലി എല്ലാവർക്കും വരുന്നതാണ്. അത് സൈലൻ്റ് ആയിട്ട് ആ മ്യൂക്കസ് വന്ന് നമുക്ക് മൂക്കിനുള്ളിലും ത്രോട്ടിനുള്ളിലും ഡ്രെയിനായി പോകുന്നതാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന പ്രോബ്ലം വരും. പക്ഷേ ത്രോട്ടിൽ വരുന്ന കഫം എന്ന് പറയുന്നത് നമുക്ക് ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ട്, ലാരിഞ്ചിയൽ റിഫ്ലക്സ് എന്ന് പറയും, ലാരിംഗോഫാരിഞ്ചിയൽ റിഫ്ലക്സ്. അതിൽ വയറിലുള്ള ആസിഡ് വന്ന് ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ നമ്മൾ ത്രോട്ടിനകത്ത് ഒരു സലൈവ മാതിരി പ്രൊഡ്യൂസ് ആയിട്ട് അവിടെ തടഞ്ഞു നിൽക്കും. അതാണ് തൊണ്ടയിൽ ഈ ഇറിറ്റേഷൻ വരാനുള്ള കാരണം. കഫം വരുന്നത് സലൈവയാണ്. അത്